നമസ്കാരം, ഞാൻ ദിനേഷ് സോബറിങ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തുള്ള ആളെ എല്ലാവർക്കും പരിചയമുണ്ടാവും. യൂട്യൂബിൽ വളരെ നന്നായിട്ട് അടീനിയത്തിൻ്റെ എല്ലാ പരിചരണവും ഇടുന്ന ആളാണ്. നമ്മളെപ്പോഴും വീഡിയോ കാണുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാളോട് ചോദിച്ചപ്പോൾ അവരെ തൊട്ടടുത്ത വീടാണെന്ന് പറഞ്ഞാൽ നമ്മളിവിടേക്ക് വന്നതാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് അടീനിയത്തിൻ്റെ വീഡിയോ കാണാറുണ്ട്. താങ്കളുടെ വീഡിയോ വളരെ രസകരമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ചട്ടിയിലെല്ലാം സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടീനിയത്തോട് ഇഷ്ടം തോന്നാൻ കാരണം എന്താ? അടീനിയത്തോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അല്പായുസുള്ള ചെടികളുണ്ടല്ലോ, പെട്ടെന്ന് പോവുക അതെ, താല്പര്യമില്ലാത്ത ഒരു സെക്ഷനാണത്. പിന്നെ ഈ ബോൺസായിട്ട് ഒരു കമ്പുണ്ട് താരം. അതെ അതെ. അപ്പൊ ഇത് കൂടെ ഈ പൂക്കൾ ഉണ്ടാവും, ഒരു ബോൺസായുടെ ഫീല് കിട്ടും ചെയ്യുന്നതുകൊണ്ട് വർഷങ്ങളോളം നിൽക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് റെഗുലർ മെയിൻ്റനൻസ് പെട്ടെന്ന് വേണ്ടാത്തൊരു സാധനം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല ഫ്ലവറിങ് ചെയ്യും. പിന്നെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല പൊള്ളുന്ന ചൂടുണ്ട്. ആ ചൂട് കൊണ്ട് തന്നെയാണ് അടീനിയത്തിന് ഇത്ര ക്ലിയർ ആയി നിൽക്കുന്നത്. പിന്നെ ഈ ചെടികളെ കുറിച്ച് ആളുകൾ കമന്റ് ഇടാറുണ്ട്. അപ്പൊ ഈ കമന്റ് ഇടുമ്പോൾ നമുക്കത് അവർക്ക് മറുപടി കൊടുക്കുമ്പോൾ എല്ലാവർക്കും അത് സാറ്റിസ്ഫൈ ആവാറുണ്ടോ? നമ്മളെ മറുപടികൾ അല്ലെങ്കിൽ നമ്മളുടെ ഈ രീതി ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത് അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളുകൾ വിളിക്കാറുണ്ടോ? അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കമന്റ്സ്, ധാരാളം കമന്റ്സ് വരാറുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഫാർമ കമ്പനിയുടെ സെയിൽസ് മാനേജറാണ്. അപ്പം ഫുൾ എൻഗേജ് ആയിരിക്കും. അപ്പൊ പല കമന്റ്സിനും റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. ശരിക്കും പറഞ്ഞാൽ പറ്റുന്നത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന മിക്കവാറും വരുന്ന കുറെ കമന്റ്സ് ഉണ്ടാവുമല്ലോ, കുറെ ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ, എല്ലാം കൂടി ചേർത്ത് പലപ്പോഴും വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ചോദിച്ചതിന്റെ ആ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. വീഡിയോസ് ആയിട്ട് ഇങ്ങനെ അതുകൊണ്ട് എന്താ കാര്യം, ചില പബ്ലിക്കിന് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മൾ കമന്റിൽ ഒരു വാക്ക് യെസ് ഓർ നോ എന്ന് കൊടുക്കുന്നതിന് പകരം വിശദമായി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു നല്ല മനസ്സാണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, ഈ ജോലി തിരക്കിനിടയിലും ഇത്രയും കളർഫുൾ ആയിട്ട് ഇപ്പൊ വീഡിയോയിൽ നമുക്ക് കാണാം, ഇവിടെ ഇത്രയും കളർഫുൾ ആയിട്ട് ഈ ചെടികൾ വളർത്തി മനസ്സിന് തന്നെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ ചെടി കാണുമ്പോൾ നമ്മളെ ടെൻഷനൊക്കെ കുറയ്ക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ്. അപ്പോൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് താങ്കളുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെടി പൂവൊക്കെ കഴിഞ്ഞൊരു സമയത്താണ് വന്നിരിക്കുന്നത്. അതെ അതെ, മാക്സിമം പൂ കഴിഞ്ഞ അടുത്ത സ്റ്റേജിലേക്ക്, അതായത് തളിര് വരാനുള്ള ഒരു ഇതിലേക്ക് തുടങ്ങി. എന്നാലും അത്യാവശ്യം പൂണ്ട്. അപ്പൊ ഈ ഇതിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. വളരെ വളരെ ചെറിയൊരു മിനിയേച്ചർ ടൈപ്പ് ഒരു സിംഗിൾ പെറ്റല് കാണുന്നുണ്ട്. മിനി റെഡ് സ്റ്റാർ. അപ്പൊ ഇതില് വിത്ത് ഉണ്ടായിട്ട് നമുക്ക് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്. ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ കുറെ അധികം പേർക്ക് കൊടുത്തിട്ടുണ്ട്, വ്യൂവേഴ്സിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈബ്രിഡ് വെറൈറ്റീസിൽ സീഡ്സ് ഉണ്ടാകാറില്ല, വളരെ റയർ ആയിട്ട് ഉണ്ടാകാറുള്ളൂ. പിന്നെ നാടൻ വെറൈറ്റീസിൽ കുറെ അധികം സീഡ്സ് ഉണ്ട്. നമുക്ക് സീഡ് കിട്ടുന്നത് ഞാനും വീഡിയോ ചെയ്യുന്ന ആളല്ല, എല്ലാവർക്കും അറിയാം. അപ്പൊ വീഡിയോയിൽ നമ്മൾ എപ്പോഴും ചെയ്യണം എന്നറിയോ, ഈ ബീസ് വരുന്ന ചെടികൾ കൂടുതൽ ഇതിന്റെ ഇടയിൽ കയറ്റി, ഇപ്പൊ ഈ യൂഫോർബിയ പോലത്തെ കയറ്റി കൊടുക്കണ പോകുമ്പോൾ ഓരോ കൊലയിലും പൂ കഴിഞ്ഞാൽ അത് മുഴുവനും വിത്തായിട്ട് മാറാറുണ്ട്. അപ്പൊ നമ്മള് ഒരു ഗിഫ്റ്റ് പ്ലാന്റ് നമ്മള് സജി സാറിന് നമ്മളെ ഈ വീഡിയോ കാണാനും അല്ലെങ്കിൽ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തതിനും ഇവിടെ കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കി തന്നതിനും ഒരു ഗ്രാഫ്റ്റഡ് അടീനിയം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് കൊടുക്കുകയാണ്. നമ്മളൊരു സന്തോഷം. നമ്മളെപ്പോഴും വരും ആ കവറിന്ന് കടലാസിന്ന് എടുത്തിട്ട് ഒരു ഗ്രാഫ്റ്റഡ് അടീനിയം. കാർത്തികും കൂടിയൊരു സന്തോഷം. ഇവിടുന്ന് ഇപ്പോ ഇത് ഓൾറെഡി ഒരു ഗ്രാഫ്റ്റ് ഉണ്ട്. അതിന്റെ മേലെ നമ്മൾ ഈ കട്ടിങ് മാറ്റിയതായിട്ട് ഡബിൾ പെറ്റലാണ് കേട്ടോ, ഡബിൾ പെറ്റലാണ്. അപ്പൊ ഒരു ഏത് കളറാ, ഇവിടെ ഉള്ള കളറായിരിക്കാം. എന്തായാലും ഒരു സ്നേഹ സമ്മാനം കാർത്തികും. താങ്ക് യു സോ മച്ച്. എന്റെയും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ, ഒരാൾ എന്റെ വീട്ടിൽ വരിക, ഇന്റർവ്യൂ ചെയ്യുക. പുള്ളിയും ഒരു യൂട്യൂബറാണ്, ഞാൻ വീഡിയോസ് കാണുന്ന ആളാണ്. ഗ്രാഫ്റ്റിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്ത് കാണിക്കുന്ന ആളാണ്. ഞങ്ങള് പബ്ലിക്കിന് എപ്പോഴും പറയണമെന്ന് പറയും, നമുക്ക് ഒരു ഹാപ്പിനെസ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഉണ്ട്. അതായത് ഓൾഡ് ഏജസിന് അഗ്രികൾച്ചർ തെറാപ്പിയിലൂടെ അവരുടെ മനസ്സിന് ആനന്ദം നൽകി അസുഖങ്ങൾ കുറയ്ക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു മെഡിസിനാണ് ഈ പ്ലാന്റ്സ് വളർത്തൽ. അപ്പോൾ താങ്കളും അതിന് വളരെ സപ്പോർട്ടീവായിട്ട് ഇത്രയും ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നത്, ജനങ്ങളോട് ചെയ്യുന്ന അത്രയും നല്ല മനസ്സുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് ഉയരങ്ങളിലേക്ക് എന്തായാലും എത്തട്ടെ. താങ്ക് യു സോ മച്ച്.